Okay, so today's topic is about biasing the PN junction and energy band diagram. So last class നമ്മൾ പറഞ്ഞത് PN ജംഗ്ഷൻ ആയിരുന്നു. PN ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് എന്നതുപോലെ ഒരു സൈഡിൽ P മെറ്റീരിയലും ഒരു സൈഡിൽ N മെറ്റീരിയലും ജോയിൻ ചെയ്താൽ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ജംഗ്ഷൻ പോയിൻറ്റ്സിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ ജംഗ്ഷൻ ബിഹേവിയർ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. സോ അത് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ബിക്കോസ് ഓഫ് ദ what you say N മെറ്റീരിയൽ ആൻഡ് P മെറ്റീരിയൽ മിസ്മാച്ച് ആണ്. ഒരു സൈഡിൽ P ടൈപ്പും ഒരു സൈഡിൽ N ടൈപ്പ് മെറ്റീരിയലാണ്. കാരിയേഴ്സിൻ്റെ കോൺസെൻട്രേഷൻസ് ഡിഫറൻസ് ഉണ്ട്. സോ ഓരോ സൈഡിൽ നിന്നാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫ്യൂഷൻ കറണ്ട് ഫോം ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. സോ അറ്റ് ദ ഫസ്റ്റ് മൊമെൻറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് വൈൽ മേക്കിംഗ് എ PN ജംഗ്ഷൻ ഈസ് develop a diffusion current. Already നമ്മൾ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞാണ്. സോ ദർ വിൽ ബി ഡിഫ്യൂഷൻ കറൻറ്റ്സ്. സോ ഡിഫ്യൂഷൻ കറൻറ്റ് കോസസ് എന്താ സംഭവിക്കുക? സം കാരിയേഴ്സ് സം ഇൻട്രിൻസിക് impurities to become ionized അയോണായിട്ട് മാറും. പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും നമ്മളുടെ ഡിപ്ലീഷൻ റീജിയനിൽ ഫോം ചെയ്യും. സോ അതൊരു ബിൽറ്റിൻ പൊട്ടൻഷ്യലാണ്. ആ ബിൽറ്റിൻ പൊട്ടൻഷ്യൽ നമ്മൾ കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ എന്നാണ് വിളിച്ചത്. ആ കോണ്ടാക്റ്റ് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തിരുന്നു. V0 ഈസ് ഈക്വൽ ടു അതിൻ്റെ ഫോർമുല കാണാതെ പഠിക്കണം. ദെൻ സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഡിപ്ലീഷൻ റീജിയനെ മാത്രം എടുത്ത് അനലൈസ് ചെയ്തിട്ട് ഡിപ്ലീഷൻ റീജിയൻ്റെ P മെറ്റീരിയലിലേക്കുള്ള ലെങ്ത്തിന് XP0 - XP0 എന്നും N മെറ്റീരിയലിലേക്കുള്ള ലെങ്ത്തിന് XN0 എന്നും പറഞ്ഞു. ദെൻ XP0 + XN0 അതാണ് നമ്മളുടെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് W എന്ന് പറയുന്നത്. സോ W അതിൻ്റെ എക്സ്പ്രഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്തു. Wൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? സോ Wയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് W ഈസ് ഈക്വൽ ടു എന്താണ് വിഡ്ത്ത് ഓർ ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് W ഈസ് ഈക്വൽ ടു 2 KT ഡിവൈഡഡ് ബൈ Q² ഇൻറ്റു ln NA ND divided by NI square into 1 by NA plus 1 by ND the whole raised to 1/2. ഇതായിരുന്നു നമ്മളുടെ ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഫോർമുല കാണാതെ പഠിക്കണം. NA ആൻഡ് ND എന്ന് പറയുന്നത് എന്താണ്? ഡോണർ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷനും അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷനുമാണ്. NI എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷനാണ്. NI ഫോർ സിലിക്കൺ NI = 1.5 × 10⁻⁵. ഇതൊക്കെ നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞതാണ്. എപ്സിലോൺ K Q etc. all are non terms. So with respect to this non terms we can have the equation for the depletion width W. സോ W എന്ന് പറയുന്ന ഈ വിഡ്ത്ത് നമ്മളുടെ P മെറ്റീരിയലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, N മെറ്റീരിയലിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് നമ്മളുടെ ഒറിജിൻ. ഇങ്ങോട്ടേക്ക് ഈ ലെങ്ത്തിനെയാണ് നമ്മൾ XN0 എന്ന് പറയുന്നത്. അതുപോലെ ഈ ലെങ്ത്തിനെയാണ് നമ്മൾ -XP0 എന്ന് പറയുന്നത്. സോ P മെറ്റീരിയലിലേക്ക് പോകുന്നതിന് XP0, N മെറ്റീരിയലിലേക്ക് പോകുന്നതിന് XN0. ഇനി ഈ P മെറ്റീരിയലിലേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ മാഗ്നിറ്റ്യൂഡ് XP0യുടെ ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കണം. എന്ന് പറയുന്നത് W ഇൻറ്റു what you say ND ഡിവൈഡഡ് ബൈ N മെറ്റീരിയലിലെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ NA + ND ആണ് XP0 എന്ന് പറയുന്നത്. സോ ന്യൂമറിക്കൽസ് ചോദിക്കുമ്പോൾ കാൽക്കുലേറ്റ് ദ ഡിപ്ലീഷൻ റീജിയൻ പെനട്രേഷൻ ഇൻറ്റു ദ P മെറ്റീരിയൽ ഇൻറ്റു ദ N മെറ്റീരിയൽ എന്നൊക്കെ ചോദിക്കാം. സോ W ഇവാലുവേറ്റ് ചെയ്തിട്ട് W ഇൻറ്റു ND ഡിവൈഡ് ബൈ NA + ND ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് XP0 കിട്ടും. അതുപോലെ N മെറ്റീരിയലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡിപ്ലീഷൻ റീജിയൻ്റെ ലെങ്ത് XN0 എന്ന് പറയുന്നത് W ഇൻറ്റു N മെറ്റീരിയലിലേക്കാണ്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ വരുന്നത് P മെറ്റീരിയലിലെ കോൺസെൻട്രേഷൻ ആയിരിക്കും. സോ ഇവിടെ വരുന്നത് NA accepted impurity concentration divided by NA plus ND. NA capitaliലാണ് പറ്റും. സോ NA plus ND. So NA and ND are donor and accepted impurity concentration. So why it is coming? So why ND here is because of the combined effects എന്നൊരു പാരലൽ ആയിട്ട് വരുന്നതിൻ്റെ എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. സോ Wയുടെ ഇക്വേഷൻ നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് V0 നമുക്ക് ഈ XP0യുടെയും XN0യുടെയും വാല്യൂ അറിയാൻ പറ്റും. സോ 2 V0 ഡിവൈഡഡ് ബൈ Q into ND divided by NA into NA plus ND. The whole raised to 1/2 in terms of voltage.
കോണ്ടാക്റ്റ് പൊട്ടൻഷ്യലിൻ്റെ ടേംസിൽ എക്സ് പി സീറോയുടെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ഡബ്ല്യു നേരിട്ട് ഇവാല്യൂവേറ്റ് ചെയ്തതിന് ശേഷം ആ ഡബ്ല്യൂയുടെ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, സോ അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് ഏതൊക്കെ ടേംസാണ് തന്നിരിക്കുന്നത് അതിനെ കറസ്പോണ്ട്. ചിലപ്പോൾ ഡബ്ല്യുവിന് പകരം V0യും QAയ്ക്ക് ആയിരിക്കും തരിക, ND തരിക. സോ അവിടെ ഡബ്ല്യു ഇല്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും. സോ യു ഷുഡ് ഹാവ് ടു ബെറ്റർ റിമെമ്പർ ബോത്ത് ഫോർമുലാസ് ഫോർ ദി വാല്യൂ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് XP0. അതുപോലെ തന്നെ XN0 ഇൻ ടേംസ് ഓഫ് കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ, സെയിം മെത്തേഡ്, സെയിം 2 epsilon V0 divided by Q into ND expression പകരം വരിക accepted impurity Na divided by ND into Na plus ND the whole raised to 1/2. ഇതാണ് നമ്മൾ N മെറ്റീരിയലിലേക്കും P മെറ്റീരിയലിലേക്കുമുള്ള ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്തിൻ്റെ പെനട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ ഇത് പറയേണ്ടതായിരുന്നു, സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ എൻ്റെ വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. സോ ദീസ് ഇക്വേഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡൂയിങ് സം ന്യൂമറിക്കൽസ്. ഓക്കെ, സോ ന്യൂമറിക്കൽസിൻ്റെ സമയത്ത് നിങ്ങളിത് ഓർത്തിരുന്ന് പഠിക്കണം. ഓക്കെ, ഓർത്തിരുന്ന് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. Okay, now coming back to our today's topic, biasing and energy band. So biasing എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ലാബിലൊക്കെ ചെയ്യുന്നുണ്ടാകും. ബയാസിങ് ഇപ്പോൾ സർക്യൂട്ട്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാകും. ബയാസിങ് ദ ജംഗ്ഷൻ, ബയാസിങ് ദ ട്രാൻസിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ പഠിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ +2 ഫിസിക്സിലും നിങ്ങൾ പഠിക്കുന്നതാണ് ബയാസിങ് ദ ജംഗ്ഷൻ. സോ ബയാസിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് സിംപ്ലി നത്തിങ് ബട്ട് അപ്ലൈയിങ് ആൻ വോൾട്ടേജ് അക്രോസ് ദ PN ജംഗ്ഷൻ. ഒരു P മെറ്റീരിയൽ N മെറ്റീരിയലിലേക്ക് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ബയാസിങ് ദ PN ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻ P മെറ്റീരിയൽ വി ഹാവ് രണ്ട് നേച്ചറുള്ള മെറ്റീരിയലാണ് PN ജംഗ്ഷൻ എന്ന് പറയുന്നത്, P മെറ്റീരിയൽ ആൻഡ് N മെറ്റീരിയൽ. P മെറ്റീരിയൽ ഈസ് ഡ്രിവൺ വിത്ത് പോസിറ്റീവ് സൈഡ് ഓഫ് ദ ബാറ്ററി, എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ P മെറ്റീരിയലിലേക്കും നെഗറ്റീവ് പൊട്ടൻഷ്യൽ N മെറ്റീരിയലിലേക്കും കൊടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് നമ്മൾ ഫോർവേഡ് ബയാസ് എന്ന് വിളിക്കുക, അല്ലേ, അറിയാവുന്ന കാര്യമാണ്. അതുപോലെ P മെറ്റീരിയലിലേക്ക് നമ്മൾ നെഗറ്റീവ് പൊളാരിറ്റിയും N മെറ്റീരിയലിലേക്ക് പോസിറ്റീവ് പൊളാരിറ്റിയും ഓപ്പോസിറ്റ് കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ബയാസിനെ നമ്മൾ റിവേഴ്സ് ബയാസ് എന്നാണ് പറയുക. ഓക്കെ, സോ ഈ റിവേഴ്സ് ബയാസും ഫോർവേഡ് ബയാസും ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ പറയുക ഒരു വോൾട്ടേജ് കറണ്ട് റിലേഷൻഷിപ്പും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ബട്ട് നമ്മൾ സെയിം ഈ കോൺസെപ്റ്റ് ഫ്രം SSD പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ SSD പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ, വെദർ ഇറ്റ് increase or decrease, what will happen to the electric field, what will happen to our energy band diagram. Okay, that's why in your syllabus it is mentioned energy band diagram. So simple ആയിട്ടുള്ളൊരു അനാലിസിസ് അല്ല നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ our say explanations mainly on energy band diagram, conductive potential and electric field and how it will supports the what is the equation for W നെ എങ്ങനെ മോഡിഫൈ ചെയ്യും, equation for XP0 എങ്ങനെ മോഡിഫൈ ചെയ്യും, equation for XN0 എങ്ങനെ മോഡിഫൈ ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ബയാസിങ് ദ ജംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഫോർവേഡ് ബയാസ് കൊടുക്കുമ്പോൾ കറണ്ട് ചെയ്യും, നമുക്ക് വി ക്യാൻ എക്സ്പെക്ട് മോർ കറണ്ട്, അങ്ങനെയുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല നമ്മൾക്ക് ഇവിടെ വേണ്ടി വരിക. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദ ഫോർവേഡ് ബയാസ്. ഓക്കെ, സോ നമ്മൾ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കൊടുക്കുന്ന ഈ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബയാസിങ് ദ ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ് വിത്ത് അവർ ഫോർവേഡ്. ഹലോ സോ ഹലോ സർ, ബ്രേക്ക് ആവുന്നുണ്ട് പറയുന്നത്, പിന്നെ പ്രസന്റേഷൻ പോയി. ആണോ? ജസ്റ്റ് എ മിനിറ്റ്. It's okay now?
ഹലോ 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 സാർ ഇപ്പം കാണാം. ഓക്കെ. Okay, so it's about our forward biasing the junction. So when we apply a forward bias, P material will be connected to the positive terminal of the battery. So what will happen here is corresponding potential will, or നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ V0 equal to Vn minus Vp equation Vp and Vn will be lowered, so that our effective potential, contact potential difference എന്ന് പറയുന്നത് will be what you say reduced in case of forward biased. So V0 effectively become V0 minus V, because നമ്മൾക്കറിയാം പി മെറ്റീരിയലിൽ ഫോം ചെയ്യുന്ന ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ പി സൈഡിൽ എന്താണ് നമ്മൾ പി മെറ്റീരിയലിൽ ഇമ്പ്യൂരിറ്റി വട്ട് യു സേ ഇമ്പ്യൂരിറ്റി അയോൺ കൊണ്ടുണ്ടാകുന്ന ചാർജ് എന്ന് പറയുന്നത് പി മെറ്റീരിയൽ നെഗറ്റീവാണ്. ഇവിടെ ഉണ്ടാകുന്ന ചാർജ് എന്ന് പറയുന്നത് പ്ലസ് ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബിൽറ്റ് ഇൻ ഫീൽഡ് ഉണ്ടാകുന്നത് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, സോ ഈ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ്, ഈ നെഗറ്റീവ് ഈസ് ഇമ്മീഡിയറ്റ്ലി ഗോയിങ് ടു പോസിറ്റീവ്. സോ ബിൽറ്റ് ഇൻ ഫീൽഡിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ഇരിക്കുക, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോസിറ്റീവ് ഇങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദ കേസ് ഓഫ് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഇൻ കേസ് ഓഫ് ഫോർവേഡ് ബയാസ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ ഇതാണ് നമ്മളുടെ ജംഗ്ഷനിലുണ്ടാകുന്ന ബിൽറ്റ് ഇൻ ഫീൽഡ് എന്ന് പറയുന്നത്. ബിൽറ്റ് ഇൻ ഫീൽഡ് പി മെറ്റീരിയലിലെ നെഗറ്റീവ് അയോൺസും എൻ മെറ്റീരിയലിലെ പോസിറ്റീവ് അയോൺസുമാണ്. സോ ദിസ് സൈഡ് ഈസ് നെഗറ്റീവ്, ദിസ് സൈഡ് ഈസ് പോസിറ്റീവ്. സോ നെഗറ്റീവ് പോസിറ്റീവ്, ദിസ് ഈസ് അവർ അപ്ലൈഡ് ബയാസ് വോൾട്ടേജ്. സോ നെഗറ്റീവ് ഈസ് ഗോയിങ് ടു പോസിറ്റീവ്, ദെൻ നെഗറ്റീവ് ഈസ് ഗോയിങ് ടു പോസിറ്റീവ്, ബോത്ത് ആർ എയ്ഡിങ്. ഓക്കെ, നോർമൽ സീരീസ് കണക്ഷനാണ്. സോ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഇതാണ് എഫക്റ്റീവ് കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എഫക്റ്റീവ് കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ ബിക്കം ദിസ് ഈസ് V0, ദിസ് ഈസ് അവർ ഫോർവേഡ് വോൾട്ടേജ് VF. സോ V0 പ്ലസ് VF ആണ് ഏതിൻ്റെ കേസിൽ ഫോർവേഡ് ബയാസിലെ എഫക്റ്റീവ് കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സിമിലർലി ഇൻ കേസ് ഓഫ് നെഗറ്റീവ് ഓർ റിവേഴ്സ് ബയാസിൻ്റെ കേസിൽ നമ്മളുടെ മെറ്റീരിയലിലുള്ള ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഇവിടെ നെഗറ്റീവ് ഇവിടെ പ്ലസ് ആണ്. ദെൻ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഇവിടെ നെഗറ്റീവ് ബയാസ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്. ഓക്കെ, സോ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആൻഡ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ, നെഗറ്റീവ് ഈസ് ഗോയിങ് ടു നെഗറ്റീവ്. സോ ഹൗ അവർ എഫക്റ്റീവ് കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ ഈസ് VR ഈസ് ഓൾവേസ് ലൈക്ക് ദിസ്. Okay, built-in potential, this is what you say V0. V0 is always like this. Okay, this is V0 and applied voltage is here negative, here positive. Okay, so negative is negative, negative is connected to negative, both are repelling, not aiding. Okay, one will be acting against other. Okay, here one will be acting in support to other. This case one will be acting against the other. So this is our applied voltage VR, this is our built-in potential V0. So the effective voltage or effective conductive potential V is equal to V0 minus VR in case of reverse bias. That is the difference in conductive potential in case of forward bias and റിവേഴ്സ് ബയാസ്. ഓക്കെ, സോ നമ്മൾ സിമ്പിൾ എക്സ്പ്ലനേഷനിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇൻ ഫോർവേഡ് ബയാസ് കോണ്ടാക്റ്റ് പൊട്ടൻഷ്യൽ വിൽ ബി ഇൻക്രീസ്ഡ്. Contact potential will be increased in forward bias, while contact potential will be decreased in what you say some expression തിരിഞ്ഞു പോയി എന്ന് തോന്നുന്നു, sorry. Built-in potential is minus and then VR inside is minus and plus aiding. സോറി, എക്സ്പ്ലനേഷൻ അല്പം തിരിഞ്ഞു പോയി. ഈ രീതിയിലല്ല വരാം, സോറി. സോ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഹിയർ ഈസ് അവർ നെഗറ്റീവ്, ഹിയർ ഈസ് അവർ പോസിറ്റീവ്. ഇലക്ട്രിക് ഫീൽഡ്, ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് എക്സ് ആക്സിസിലാണ്. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഫോർവേഡ് ബയാസിൽ ഇവിടെയാണ് പോസിറ്റീവ്, ഇവിടെയാണ് നെഗറ്റീവ്. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർവേഡ് വോൾട്ടേജ്. സോ
അപ്ലൈ ചെയ്യുന്ന ഫോർവേഡ് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷനിലാണ്. സോ അത് ആ രീതിയിലാണ് എൻ്റെ എക്സ്പ്ലനേഷൻ പോവുക. തിരിഞ്ഞു പോയതാണ്, സോറി. സോ ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലാണ്, അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഡയറക്ഷനിലാണ്. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് പോസിറ്റീവ് പി സൈഡിലാണ്. ഓക്കെ, പി. സോ അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഇവിടെയാണ് പോസിറ്റീവ്, ഇവിടെയാണ് നെഗറ്റീവ്. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. സോ ബിൽറ്റ് ഇൻ ഫീൽഡ് നെഗറ്റീവ് എക്സ് ആക്സിൽ, അപ്ലൈഡ് ഫീൽഡ് പോസിറ്റീവ് എക്സ് ആക്സിൽ. സോ ബോത്ത് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ബോത്ത് ഫീൽഡ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് കമ്പൈൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒപ്പോസിഷൻ ആയിരിക്കും. ഫീൽഡ് വിൽ ബി ഇൻ ഒപ്പോസിഷൻ. ആ ഫീൽഡ് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മളുടെ കറണ്ട് വരുന്നത്. സോ ഫീൽഡ് വിൽ ബി ഒപ്പോസിഷൻ ആയതുകൊണ്ട് എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് V0 മൈനസ് VF ആയിരിക്കും ഇൻ ഫോർവേഡ് ബയാസിൽ. അതേസമയം റിവേഴ്സ് ബയാസിലേക്ക് വരുമ്പോൾ ബിൽറ്റ് ഇൻ ഫീൽഡിൻ്റെ ഡയറക്ഷൻസ് എന്ന് പറയുന്നത് ഓൾവേസ് ഇൻ ദ നെഗറ്റീവ് എക്സ് ആക്സിസ്. ഹിയർ അവർ അപ്ലൈഡ് ഓൾഡ് ഫീൽഡ്, ഇതാണ് പോസിറ്റീവ് സൈഡ്, ഇതാണ് നമ്മൾ നെഗറ്റീവ് സൈഡ്. സോ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഓൾസോ ഇൻ ദ നെഗറ്റീവ് എക്സ് ആക്സിസ്. സോ രണ്ടും സെയിം ഡയറക്ഷനിലാണ്. സോ ദേ വിൽ ഗെറ്റ് ആഡഡ്. സോ കമ്പൈൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് V0 പ്ലസ് VR ആയിരിക്കും ഇൻ റിവേഴ്സ് ബയാസ്, V0 മൈനസ് VF ആയിരിക്കും ഇൻ ഫോർവേഡ് ബയാസ്. അത് ആദ്യത്തെ എക്സ്പ്ലനേഷൻ തെറ്റാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ V in forward bias become V0 minus VF and V in reverse bias become V0 plus VR. Okay, so രണ്ട് കേസിൽ. സോ വാട്ട് വിൽ ഹാപ്പൻ ഹിയർ ഈസ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഫോർവേഡ് ബയാസിൽ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യും. ഫോർവേഡ് ബയാസ് ഡിപ്ലീഷൻ റീജിയൻ W will decrease because V0 minus VF ആണ് അവിടുത്തെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതേസമയം റിവേഴ്സ് ബയാസ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. കാരണം W വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. V0 പ്ലസ് VR അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെ കൂടി ഓവർകം ചെയ്താൽ മാത്രമേ ഡിഫ്യൂഷൻ കറൻസിന് എൻ മെറ്റീരിയലിൽ നിന്ന് പി മെറ്റീരിയലിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് വൈ depletion region width will increase in reverse bias case and depletion region width decrease in reverse bias case. Okay, so ആദ്യത്തെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത് റോങ് ആയിട്ട് അത് നിങ്ങൾ എന്താ പറയുക, അത് തെറ്റാണ് പറഞ്ഞത്. ഓക്കെ, സോറി. Now let's have a discussion on how the current flow, how the particles flow, how the energy bands varies in reverse bias, forward bias, etc. Okay, so here is our normal PN junction with no bias. Okay, ഒരു വോൾട്ടേജ് എക്സ്റ്റേണൽ വോൾട്ടേജ് ഒന്നും കൊടുത്തിട്ടില്ല, ഇക്വിലിബ്രിയം ബയാസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ എക്സ്പ്ലനേഷൻ ആദ്യം പി മെറ്റീരിയലിൽ നിന്ന് എൻ മെറ്റീരിയലിലേക്കും എൻ മെറ്റീരിയലിൽ നിന്ന് പി മെറ്റീരിയലിലേക്കും കറസ്പോണ്ടിങ് മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ ഡിഫ്യൂഷൻ ഉണ്ടാകും, മെജോറിറ്റി കാരിയേഴ്സിൻ്റെ ഡിഫ്യൂഷൻ ഉണ്ടാകും. ഡിഫ്യൂഷൻ കറണ്ടിനെ ഓവർകം ചെയ്ത് ബിൽറ്റ് ഇൻ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. രണ്ട് ഡിഫ്യൂഷൻ കറണ്ടിൻ്റെയും ഡ്രിഫ്റ്റ് കറണ്ടിൻ്റെയും വാല്യൂസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജംഗ്ഷനിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യില്ല. ആൻഡ് സോ ബിക്കോസ് ഓഫ് ദാറ്റ് അവർ ഫെർമി ലെവൽ വിൽ ബി അലൈൻ in same line in case of a normal PN junction without bias. Okay, so നമ്മൾക്ക് കഴിഞ്ഞ ദിവസം പഠിച്ച അതേ ഡയഗ്രാം തന്നെയാണ് VN ആൻഡ് VP. N എന്ന് പറയുന്നത് വോൾട്ടേജ് അറ്റ് ദ നെഗറ്റീവ് ടെർമിനൽ, വോൾട്ടേജ് അറ്റ് ദ പോസിറ്റീവ് ടെർമിനൽ. ഈ ഡിഫറൻസിനെയാണ് നമ്മൾ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ V0 എന്ന് പറയുന്നത്. ആൻഡ് ദ എനർജി, കമ്മിങ് ബാക്ക് ടു ദ എനർജി ബാൻഡ് ഡയഗ്രാം, ദിസ് ഈസ് വാട്ട് മെൻഷൻ ഇൻ യുവർ സിലബസ്. എനർജി ബാൻഡ് ഡയഗ്രാം, പി മെറ്റീരിയൽ ECP കണ്ടക്ഷൻ ബാൻഡിൻ്റെ പി മെറ്റീരിയൽ ലെവൽ, ദെൻ N കണ്ടക്ഷൻ ബാൻഡ് ഇൻ മെറ്റീരിയൽ, ബോത്ത് ആർ ഡിഫർ ബൈ QV0 എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് അത്ര എനർജി വോൾട്ടേജിൽ, അത്ര ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും ഫെർമി ലെവൽ നമുക്ക് സെയിം ആയിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ നോർമൽ കേസിലെ PN ജംഗ്ഷൻ എന്ന് പറയുന്നത്. നോർമൽ കേസ് മീൻസ് ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഈ ഡയഗ്രാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പാർട്ടിക്കിൾ ഫ്ലോ, ഒന്നാമത്തേത് ഇലക്ട്രോൺ ഡിഫ്യൂഷനാണ്. ഇലക്ട്രോൺ ഡിഫ്യൂഷൻ നടക്കുന്നത് എൻ മെറ്റീരിയൽ, പാർട്ടിക്കിൾ ഫ്ലോ എന്ന് പറയുന്നത് പി മെറ്റീരിയലിൽ നിന്ന് എൻ മെറ്റീരിയലിലേക്കായിരിക്കും. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയ കറണ്ട് എന്ന് പറയുന്നത് ഹോൾ ഡിഫ്യൂഷൻസ് എന്ന് പറയുന്നത്, കാരണം ഹോളിൻ്റെ ഡിഫ്യൂഷൻ പി മെറ്റീരിയലിൽ മെജോറിറ്റിയാണ്, എൻ മെറ്റീരിയലിൽ മൈനോറിറ്റിയാണ്. സോ നോർമലി ഹോൾസ് വിൽ ഡിഫ്യൂസ് ഫ്രം പി മെറ്റീരിയൽ ടു എൻ മെറ്റീരിയൽസ്. ദാറ്റ്സ് വൈ ഹോൾ ഡയറക്ഷൻ കറണ്ട്, ഹോളിൻ്റെ പാർട്ടിക്കിൾസ് ഫ്ലോൻ്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും നമുക്ക് ഹോൾ കറണ്ടും കിട്ടുക. ഓക്കെ, നൗ സെക്കൻഡ് വൺ ഈസ് അബൌട്ട് ഹോൾ ഡ്രിഫ്റ്റ്. ബിൽറ്റ് ഇൻ ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. സോ ഹോൾ നോർമൽ ഡിഫ്യൂസ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രിഫ്റ്റ് കറണ്ട് ഫോം ചെയ്യും. സോ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്ന ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ഒന്നാമത്തെ ഫസ്റ്റ് ടു എന്ന് പറയുന്നത് ഹോളിൻ്റെ കേസിലാണ് പറയുക. ഡിഫ്യൂഷൻ ആൻഡ് ഡ്രിഫ്റ്റ് രണ്ടും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. സോ ഹോൾ ഡിഫ്യൂഷനും ഹോൾ ഡ്രിഫ്റ്റും ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ കമ്മിങ് ബാക്ക് ടു ദ ഡിഫ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഡിഫ്യൂസ്
പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ മെറ്റീരിയലിലെ മെജോറിറ്റിയാണ്, ഇവിടെ മൈനോറിറ്റിയാണ്. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക്. സോ എൻ ടു പി ആയിരിക്കും ഇലക്ട്രോണിൻ്റെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രോണിൻ്റെ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് പി ടു എൻ ആയിരിക്കും ഇൻ സപ്പോർട്ട് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. സോ ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺ വിൽ ബി ഇൻ പോസിറ്റീവ് ടു നെഗറ്റീവ് മെറ്റീരിയൽ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ diffusion current and drift current of electron will be cancelled each other. Diffusion current and drift current of holes will be cancelled each other. So the net current flowing the junction will be 0 for the case of a PN junction in reverse in equilibrium. ഓക്കെ, സോ നമ്മൾ പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നൗ കമ്മിങ് ടു അവർ ഫോർവേഡ് ബയാസ്. ഒരു വി ഈസ് ഈക്വൽ ടു വി എഫ് എന്ന് പറയുന്ന ഫോർവേഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ആസ് വി ഡിസ്കസ്ഡ്, positive side of the voltage is connected to the P material. So applied electric field is in this direction. This is the applied electric field and this is the direction of the built-in electric field. രണ്ടിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. സോ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ വിൽ ബി റെഡ്യൂസ്ഡ്. ഓക്കെ, സോ എൻ പൊട്ടൻഷ്യൽ ലോവർ ചെയ്യും, ഇത് കുറയും, ഇത് കൂടും. സോ ദാറ്റ് ഡിഫറൻസ് വിൽ ബി റെഡ്യൂസ്ഡ്. സോ വി എൻ മൈനസ് വി പി എന്ന് പറയുന്നതാണ് നോർമൽ കേസിൽ. ഇനി അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അനുസരിച്ച് ഈ വി എൻ താഴേക്ക് വരും, ഈ വി പി മുകളിലേക്ക് പോകും. സോ ദിസ് ഡിഫറൻസ് വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ കേസ് ഓഫ് എ ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. സോ ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡയഗ്രാം ഫോർ എ ജംഗ്ഷൻ അണ്ടർ ദ ഫോർവേഡ് ബയാസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം ഈ ബാരിയർ എനർജി ബാൻഡിലെ ഡിഫറൻസ് എന്ന് പറയുന്ന ക്യൂ വി സീറോ ആണ്. വി സീറോ എന്ന് പറയുന്ന കോണ്ടാക്ട് പൊട്ടൻഷ്യലാണ്. കോണ്ടാക്ട് പൊട്ടൻഷ്യൽ നമ്മുടെ ഫോർവേഡ് ബയാസിൽ കുറയും. സോ എനർജി ബാൻഡ്സ് ഓൾസോ വിൽ ബി reduced. So in PN junction under forward bias, battery positive is connected to the P material. That means we are supplying holes to this PN material, P side of the junction. The battery in the positive and the holes in the supply. That means holes in everything repel cheyana. അതുപോലെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന എൻ മെറ്റീരിയലിൻ്റെ എൻ മെറ്റീരിയൽ ആയിട്ടാണ്, എൻ മെറ്റീരിയൽ ഇലക്ട്രോൺ ആണുള്ളത്. സോ ടു ദ എൻ മെറ്റീരിയൽ ദിസ് ബാറ്ററി ഈസ് ഏബിൾ ടു സപ്ലൈ ഇലക്ട്രോൺസ്. ഓക്കെ, സോ ദർ വിൽ ബി കാരിയർ ഇഞ്ചക്ഷൻ, മെജോറിറ്റി കാരിയർ ഇഞ്ചക്ഷൻ ടു ദ എൻ മെറ്റീരിയൽ. സോ ഇലക്ട്രോണിൻ്റെ എണ്ണം എൻ സൈഡിൽ കൂടും, ഹോൾസിൻ്റെ എണ്ണം പി മെറ്റീരിയലിൽ കൂടും. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് മെറ്റീരിയലിലും ന്യൂട്രലിരിക്കുന്ന മെറ്റീരിയലിൽ കാരിയേഴ്സിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനർജി ബാൻഡ് സ്പ്ലിറ്റ് ചെയ്യും. വൺ ബാൻഡ് ടു എക്സ്പ്ലെയിൻ ടു ഡിസ്ക്രൈബ് ദ quantity of or amount of holes, and here to describe the quantity of electrons. So p side electron in holes in എണ്ണം കൂടുന്നത് കൊണ്ട് നാച്ചുറലായിട്ട് നോർമലായിട്ടിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് ഹോൾ ഇലക്ട്രോൺ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സൈഡിലേക്ക് മറ്റേ വാലൻസ് ബാൻഡ് സൈഡിലേക്ക് ഡിഫ്യൂഷൻ ഫെർമി എനർജി ലെവൽ മൂവ് ചെയ്യും. അതുപോലെ എൻ മെറ്റീരിയലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കറസ്പോണ്ടിങ് ആയ ഫെർമി ലെവൽ മേലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ദർ വിൽ ബി എ നെറ്റ് ഷിഫ്റ്റ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഫെർമി എനർജി ലെവൽ. ദാറ്റ് ഷിഫ്റ്റ് ഈസ് കറസ്പോണ്ട്സ് ടു വി സീറോ മൈനസ് വി എഫ്, ക്യൂ ഇൻറ്റു വി സീറോ മൈനസ് വി എഫ്. ഈ ഷിഫ്റ്റ് എത്രയാണോ അത്രയും ഷിഫ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് എനർജി ബാൻഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. സോ നമ്മൾക്കറിയാം പി മെറ്റീരിയലിൽ ഇവിടുത്തെ ഇത് എന്ന് പറയുന്നത് ഹോളിൻ്റെ, ഇത് പി മെറ്റീരിയലാണ്, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പി മെറ്റീരിയലാണ്, ഇതാണ് ഹോളിൻ്റെ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ 1- ആയിരിക്കും നമ്മൾ ഇലക്ട്രോൺ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ മൈനോറിറ്റി ഇലക്ട്രോൺസിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഫെർമി ലെവൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് ക്ലോസ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും. ഇലക്ട്രോൺ എന്ന് പറയുന്ന കണ്ടക്ഷൻ ബാൻഡിന് ക്ലോസ് ആയിരിക്കും. സോ ഈ ഡിഫറൻസ് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഈ ഫെർമി ലെവൽ മേളിലേക്ക് വരും. ഈ രണ്ട് ഫെർമി ലെവൽ ഒരേപോലെ വരുമ്പോൾ വി ക്യാൻ എക്സ്പെക്ട് more diffusion of electrons. ഓക്കെ, അതുപോലെ ഈ മെറ്റീരിയലിൽ എൻ മെറ്റീരിയലിൽ ഹോൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഫെർമി ലെവൽ ഉണ്ടാകും. ഈ രണ്ട് ഫെർമി ലെവൽ അടുത്ത് വരുമ്പോൾ ഹോൾസിൻ്റെ മൂവ്മെൻറ്റും ഹോൾസിൻ്റെ ഡിഫ്യൂഷൻ നമുക്ക് കൂടുതലായിരിക്കും. സോ വി ക്യാൻ എക്സ്പെക്ട് മോർ ഡിഫ്യൂഷൻ കറണ്ടാണ് കൂടുക. ഫോർവേഡ് ബയാസ് അപ്ലൈ ചെയ്യുമ്പോൾ ഡയോഡിൽ കൂടി ഏത് കറണ്ടാണ് ഇൻക്രീസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫ്യൂഷൻ കറണ്ട്. ഡ്രിഫ്റ്റ് കറണ്ട് റിവേഴ്സ് ബയാസിലും ഫോർവേഡ് ബയാസിലും ന്യൂട്രൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലും ഡ്രിഫ്റ്റ് കറണ്ട് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. drift current will be equal in almost equal in all cases. കാരണം ഡ്രിഫ്റ്റ് കറണ്ടിൻ്റെ റീസൺ എന്ന് പറയുന്നത് തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആണ്. മൈനോറിറ്റി കാരിയേഴ്സ് കൊണ്ടുണ്ടാകുന്ന കറണ്ടിനാണ് നമ്മൾ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സായ ഇലക്ട്രോൺ ഈ ജംഗ്ഷനെ ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാകുന്നത്. അതുപോലെ ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സായ ഹോൾസ് ജംഗ്ഷനെ ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാകുന്നത്. സോ ഡ്രിഫ്റ്റ് കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ്. സോ നമ്മൾക്കറിയാം ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ്. ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടതാണ്. ഡ്രിഫ്റ്റ് കറണ്ട് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്
ഇൻഡിപെൻഡൻറ്റ് ഓഫ് അപ്ലൈഡ് വോൾട്ടേജ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ചല്ല ഡ്രിഫ്റ്റ് കറണ്ട് വരുന്നത്. ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ മെനി ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആർ, ഹൗ മെനി മൈനോറിറ്റി കാരിയേഴ്സ് ആർ ജനറേറ്റഡ് നിയർ ദ വിസിനിറ്റി ഓർ ഇൻ ദ വിസിനിറ്റി ഓഫ് ദിസ് ട്രാൻസിഷൻ റീജിയൻ. ട്രാൻസിഷൻ റീജിയൻ്റെ തൊട്ടടുത്ത് എത്ര ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, തെർമൽ ജനറേഷൻ. സോ എത്ര ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മളുടെ പി എൻ ജംഗ്ഷനിലെ ഡ്രിഫ്റ്റ് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ അത് ഫോർവേഡ് ബയാസ് ആയാലും റിവേഴ്സ് ബയാസ് ആയാലും ന്യൂട്രൽ ആയാലും ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മളെ ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാകുന്നത്. സോ ഡ്രിഫ്റ്റ് കറണ്ട് ഈസ് ഓൾവേസ് സെയിം ഇൻ the diode throughout equilibrium or forward bias or reverse bias. But diffusion current forward biasലേക്ക് വരുമ്പോൾ നമ്മൾ പി സൈഡിലേക്ക് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവാണ് കൊടുത്തിരിക്കുന്നത്. സോ വിൽ സപ്ലൈ മോർ ഹോൾസ് ടു ദ പി മെറ്റീരിയൽ. സോ ഹോൾസിൻ്റെ എണ്ണം പി മെറ്റീരിയലിൽ ഓൾറെഡി കൂടുതലാണ്, അതിൻ്റെ കൂടെ വീണ്ടും നമ്മൾ സപ്ലൈ ചെയ്യുകയാണ്. അതുപോലെ എൻ മെറ്റീരിയലിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ മെറ്റീരിയൽ ഓൾറെഡി മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺ ആണ്, അതുപോലെ തന്നെ വീണ്ടും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഓൾസോ വിൽ ബൂസ്റ്റ് ഇൻ inside, hole concentration also boost in p material. So we can expect more diffusion current. See the diagram how this differ. More diffusion current compared to the equilibrium diffusion current. ഇവിടുത്തെ ഈ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആരോ അല്പം ലെങ്തി വരച്ചിരിക്കുന്നത്. സോ ഡിഫ്യൂഷൻ കറണ്ട് വിൽ ഇൻക്രീസ്, ബോത്ത് ഇലക്ട്രോൺ ആൻഡ് ഹോൾ ഡിഫ്യൂഷൻ കറണ്ട് വിൽ ഇൻക്രീസ് ഇൻ കേസ് ഓഫ് ഫോർവേഡ് ബയാസ്. ഓക്കെ, സോ നമ്മൾ ഹോൾസിന് സപ്ലൈ ചെയ്യുന്നത് പോലെ ഇവിടെ ഇലക്ട്രോണിനെയും സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വി ക്യാൻ എക്സ്പെക്ട് ഡിഫ്യൂഷൻ കറണ്ട് ടു ബി ഇൻക്രീസ്ഡ്. അല്ലെങ്കിൽ ഡയോഡിൽ കൂടിയുള്ള കറണ്ട് ഫോർവേഡ് ബയാസിൽ നമുക്ക് കൂടുതൽ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കറണ്ട് അല്ല, ഡ്രിഫ്റ്റ് കറണ്ടാണ്. സോ ഡ്രിഫ്റ്റ് കറണ്ട് നമ്മളിപ്പോൾ 5 വോൾട്ട് റിവേഴ്സ് ബയാസ് കൊടുത്താലും 10 വോൾട്ട് റിവേഴ്സ് ബയാസ് കൊടുത്താലും സെയിം ഡ്രിഫ്റ്റ് കറണ്ട് ആയിരിക്കും. കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കാവുന്നതാണ്. തെർമൽ ജനറേഷന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും നമ്മളുടെ പി എൻ ജംഗ്ഷനിലുള്ള ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. സോ ഡ്രിഫ്റ്റ് കറണ്ട് ഓൾവേസ് ഇൻ ദ ഡയറക്ഷൻ ഫ്രം എൻ ടു പി ആണ്. ഡയോഡിൻ്റെ എൻ മെറ്റീരിയൽ ടു പി മെറ്റീരിയലിലേക്കായിരിക്കും നമ്മളുടെ ഡ്രിഫ്റ്റ് കറണ്ട് ഓൾവേസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് നമ്മുടെ ഫോർവേഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പി മെറ്റീരിയൽ ടു എൻ മെറ്റീരിയലിലാണ്. സോ പി മെറ്റീരിയൽ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആസ് എക്സ്പെക്റ്റഡ്, ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മളുടെ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഈ ഡ്രിഫ്റ്റ് കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ വാല്യൂ ആയിരിക്കും. അതിന് ഒരു സ്റ്റാൻഡേർഡ് സിമ്പിൾ ഉണ്ട്, I0 എന്നാണ് പറയുക. സോ ഇതിൻ്റെ തെർമൽ ജനറേഷൻ കറണ്ട് എന്നും വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, സോ ദിസ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് വിൽ ബി ഈക്വൽ. അത് പിന്നെയും പറയാൻ കാരണം നിങ്ങളത് മനസ്സിലാക്കണം. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ ഹൗ സ്ട്രോങ് ദ ഫീൽഡ് ഈസ്. ഫീൽഡ് എത്ര ഉണ്ട് എന്നതിനനുസരിച്ചല്ല നമ്മൾ ഡ്രിഫ്റ്റ് കറണ്ട് ഇരിക്കുന്നത്, എത്ര മൈനോറിറ്റി കാരിയേഴ്സ് ഇവിടെ തെർമൽ ജനറേഷൻ വഴി ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഒരു ഇലക്ട്രോൺ ഒരു ഹോൾ മൈനോറിറ്റി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ടേക്ക് അത് മാറും. ഇവിടെ ഒരു ഇലക്ട്രോൺ മൈനോറിറ്റി ഫോം ചെയ്താൽ ഉടനെ അത് മെറ്റീരിയലിലേക്ക് പ്രൊമോട്ട് ചെയ്യും. സോ അതിനനുസരിച്ചാണ് നമ്മളുടെ ഡ്രിഫ്റ്റ് കറണ്ട് ഇരിക്കുന്നത്. സോ ഡ്രിഫ്റ്റ് കറണ്ട് ഈസ് ഓൾവേസ് equal whether it is forward bias or reverse bias. Okay, so diffusion current is increased in case of forward bias. Drift currents due to holes and electrons both are in same directions as in the equilibrium conditions, and value മാറ്റമൊന്നുമില്ല, സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് അവിടെ കിട്ടുക. Now coming to what you say reverse biasലേക്ക് വരുമ്പോൾ എൻ മെറ്റീരിയലിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയാണ്, പി മെറ്റീരിയൽ കണക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയാണ്. ആസ് എക്സ്പെക്റ്റഡ് ദ ബോത്ത് ഇലക്ട്രിക് ഫീൽഡ്സ് വിൽ ബി ഇൻക്രീസ്ഡ്. അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷൻ തന്നെ, അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷൻ തന്നെ ആയിരിക്കും അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ദേ വിൽ ഗെറ്റ് ആഡഡ്. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ വിൽ ബി ഇൻക്രീസ്ഡ്. സോ ദിസ് ബാരിയർ ഹൈറ്റ്, പി മെറ്റീരിയലിൽ നിന്ന് എൻ മെറ്റീരിയലിലേക്ക് ഡിഫ്യൂഷൻസ് ഇലക്ട്രോൺസിന് എൻ മെറ്റീരിയൽ നിന്ന് പി മെറ്റീരിയലിലേക്കും പി മെറ്റീരിയലിൽ നിന്ന് എൻ മെറ്റീരിയലിലേക്ക് ഹോൾസും ഡിഫ്യൂസ് ചെയ്യാനുള്ള ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും. സോ വി ക്യാൻ എക്സ്പെക്ട് ലെസ് ഡിഫ്യൂഷൻ കറണ്ട്. ലെസ് ഡിഫ്യൂഷൻ കറണ്ട് ഇൻ റിവേഴ്സ് ബയാസ് ഫോർ ദ കേസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഹോളിൻ്റെ കേസിലായി, ഇത് ഹോളിൻ്റെ കേസാണ്, ഇത് ഇലക്ട്രോണിൻ്റെ കേസിലാണ്. ബോത്ത് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് വിൽ അണ്ടർഗോ ലെസ് ഡിഫ്യൂഷൻ ഇൻ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ, ആൻഡ് ഡ്രിഫ്റ്റ് കറണ്ട് വിൽ ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ applied voltage, applied direction, whatever it is, whether it's
equilibrium, reverse bias, forward bias. In this reverse bias voltage reverse drift current എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വോൾട്ടേജ് ആണ്. സീറോ ആയാലും ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ട്, ഫോർവേഡ് ബയാസ് ആയാലും ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ട്, റിവേഴ്സ് ബയാസ് ആയാലും ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ട്. അതിൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ, സോ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഈസ് ഓൾവേസ് സെയിം ഇൻ ത്രൂ ഔട്ട് ദ ഡയോഡ്. ഇതേപോലെ തന്നെ നമ്മൾ സെയിം എക്സ്പ്ലനേഷൻ നമ്മൾ ഈ മൊഡ്യൂളിലെ ലാസ്റ്റിലുള്ള ടോപ്പിക് ട്രാൻസിസ്റ്റർ പഠിക്കുമ്പോഴും പഠിക്കും. ഓക്കെ, അവിടെയും നമ്മൾ പറയും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ, നാച്ചുറൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ സപ്ലൈ മോർ മൈനോറിറ്റി കാരിയേഴ്സ്. ഇങ്ങോട്ടേക്ക് നമ്മൾ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ നമ്മൾ എക്സസ് കാരിയേഴ്സ് ജനറേഷൻ പഠിച്ചതുപോലെ ഇവിടെ കൂടുതൽ മെറ്റീരിയൽ കൂടുതൽ ഹോൾസിനെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനോറിറ്റി കാരിയേഴ്സ് ഇൻക്രീസ് ചെയ്യും. മൈനോറിറ്റി കാരിയേഴ്സ് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് ഡ്രിഫ്റ്റ് കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ പി മെറ്റീരിയൽസിൽ കൂടുതൽ ഇലക്ട്രോൺസിനെ സപ്ലൈ ചെയ്യുക. സോ ഇലക്ട്രോൺ എക്സസ് ക്യാരി ജനറേഷൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓർന്ന് അറിയാവുന്ന നമുക്ക് ഫോട്ടോ ജനറേഷൻ വഴി നമുക്ക് ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും നമുക്ക് ജനറേറ്റ് ചെയ്ത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മെറ്റീരിയലിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒരു അപ്രോക്സിമേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എവറി 10 degree റൈസ് ഇൻ ടെമ്പറേച്ചർ, അതായത് 10 degree സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് വിൽ ഓൾമോസ്റ്റ് will be in double. അതായത് 35 degree സെൽഷ്യസിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് നമുക്ക് ഒരു 50 മൈക്രോ ആംബിയർ ആയിരുന്നു എങ്കിൽ ഒരു 45 degree സെൽഷ്യസിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് ഒരു 100 മൈക്രോ ആംബിയർ അല്ലെങ്കിൽ ഇൻ ദ ഓർഡർ ഓഫ് 100 മൈക്രോ ആംബിയർ ആ ഒരു റീജിയനിലായിരിക്കും. ഫോർ എവറി 10 degree റൈസ് ഇൻ ടെമ്പറേച്ചർ അവർ സാച്ചുറേഷൻ കറണ്ട് വിൽ ഡബിൾ ത്രൂ ഔട്ട് ദ സെമി കണ്ടക്ടർ. ഓക്കെ, ദിസ് ഇസ് ഫോർ ദ കേസ് ഓഫ് സിലിക്കൺ. ഓക്കെ, സിലിക്കൻ്റെ അത് തന്നെയായിരിക്കില്ല. ജെർമീനിയത്തിന് സിലിക്കണിനേക്കാളും കൂടുതൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആയിരിക്കും നമുക്ക് ജെർമീനിയത്തിൽ കിട്ടുക. കാരണം ജെർമീനിയത്തിൻ്റെ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ കുറവാണ് കമ്പയർഡ് ടു ദ സിലിക്കൺ ഡയോഡ്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, സോ റിവേഴ്സ് ബയാസ്, ഫോർവേഡ് ബയാസ് എല്ലാ കേസിലും നമ്മൾ ഇക്വേഷൻ ഡയഗ്രാംസ്, എനർജി ബാൻഡ് ഡയഗ്രാം അതാണ് നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. നൗ how this voltage current relationship varies in junction under this forward bias and reverse bias നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളതാണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ വി വോൾട്ടേജ്, ഇവിടെ നമുക്ക് ഐ എന്ന് പറയുന്ന കറണ്ട്. ദെൻ ബോത്ത് വോൾട്ടേജ് ആൻഡ് കറണ്ട് വിൽ ബി പോസിറ്റീവ് ഫോർ ദ ഫോർവേഡ് ബയാസ് ആൻഡ് ബോത്ത് വിൽ ബി നെഗറ്റീവ് ഫോർ ദ റിവേഴ്സ് ബയാസ്. ഓക്കെ, സോ നമ്മൾക്കറിയാം ഇക്വിലിബ്രിയം കണ്ടീഷനിൽ അല്ലെങ്കിൽ വിത്തൗട്ട് അപ്ലൈയിങ് ഒരു വോൾട്ടേജ് ഈസ് ഈക്വൽ അപ്ലൈഡ് വോൾട്ടേജ് 0 ആവുന്ന കേസിൽ അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഡയോഡിലുള്ള കറണ്ട് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കറണ്ട്, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രിഫ്റ്റ് കറണ്ട് സെയിം മാഗ്നിറ്റ്യൂഡാണ്. സോ ടോട്ടൽ കറണ്ട് ഐ എന്ന് പറയുന്നത് ഐ ഡിഫ്യൂഷൻ മൈനസ് ഐ ഡ്രിഫ്റ്റ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ അപ്ലൈഡ് വോൾട്ടേജ് 0 ആവുന്ന കേസിൽ നമ്മളുടെ കറണ്ട് ത്രൂ ദ ജംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. Now we are applying, suppose we are explaining first നമ്മൾ forward bias വെച്ച് explain ചെയ്യുന്നു, voltage is positive. Okay, so V equal to V0 plus VF ആണ് നമ്മളുടെ forward bias കേസിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ V0 മൈനസ് VF ആണ് നമ്മളുടെ forward biasൻ്റെ കേസിൽ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യലിൻ്റെ ഓപ്പോസിറ്റിലാണ് നമ്മൾ അപ്ലൈഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ V0 മൈനസ് VF ആണ് നമ്മൾ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് നെക്സ്റ്റ് ഇതിൽ നമുക്ക് പഠിക്കാൻ പറ്റും ഈ കറണ്ട് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കറണ്ടാണ് നമ്മളുടെ ഫോർവേഡ് ബയാസിൽ ഇൻക്രീസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഡിഫ്യൂഷൻ കറണ്ട് വിൽ ബി ഇൻ ദ ഓർഡർ ഓഫ് ക്യൂ ഇ റേസ് ടു ക്യൂ വി ബൈ KT ടൈംസ് ദ നോർമൽ ഡിഫ്യൂഷൻ കറണ്ട്. നോർമൽ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് തന്നെയാണ്. കാരണം ഇക്വിലിബ്രിയം കണ്ടീഷനിൽ രണ്ട് കറണ്ടും ഈക്വലാണ്. ഐ ഡിഫ്യൂഷൻ ഈസ് ഈക്വൽ ടു ഐ ഡ്രിഫ്റ്റ്. ഐ ഡ്രിഫ്റ്റ് നമ്മൾ വിളിക്കുന്ന I0 ആണ്. സോ I0 നമ്മൾ വോൾട്ടേജ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ പി എൻ ജംഗ്ഷനിൽ കൂടി കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടായ I0 തന്നെയാണ്. ബട്ട് ദാറ്റ് I0 വിൽ ഗെറ്റ് മാഗ്നിറ്റ്യൂഡ് ഓർ മൾട്ടിപ്ലൈഡ് ബൈ ദ ഫാക്ടർ ഓഫ് ഇ റേസ് ടു ക്യൂ വി ബൈ KT in the forward biased. So ഡിഫ്യൂഷൻ കറണ്ടാണ് നമ്മളുടെ എന്താണ് പറയുക ഫോർവേഡ് ബയാസ് കേസിൽ ഡിഫ്യൂഷൻ കറണ്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മൾ ഡയഗ്രത്തിലും കാണിച്ചിരുന്നു. ഡിഫ്യൂഷൻ കറണ്ട് വിൽ ഗെറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഫാക്ടർ ഓഫ് ഇ റേസ് ടു ക്യൂ വി ബൈ KT വെയർ വി ഈസ് അവർ അപ്ലൈഡ് വോൾട്ടേജ്. സോ ഇത് എക്സ്പൊണൻഷ്യലി ആയിരിക്കും നമ്മളുടെ ഡിഫ്യൂഷൻ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ദാറ്റ് ടോട്ടൽ കറണ്ട് ഐ എന്ന് പറയുന്നത് ആസ് എക്സ്പെക്റ്റഡ് ഓൾവേസ് ഐ ഡിഫ്യൂഷൻ മൈനസ് ഐ ഡ്രിഫ്റ്റ് ആയിരിക്കും.
Okay, so I diffusion in forward bias will be e raised to qv by kt. ഈ ഫാക്ടർ എങ്ങനെ വരുന്നത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡെറിവേഷനിൽ കാണിക്കും. e raised to qv by kt into I0, then reverse saturation current is always I0. That is, this voltage we can write it as I0 into e raised to qv by kt minus 1. ഇതാണ് ഫോർവേഡ് ബയാസിൽ ഒരു ഡയോഡിൽ കൂടിയുള്ള കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. I equal to I0 into e raised to qv by kt, q into v by k into t. T എന്ന് പറയുന്ന ടെമ്പറേച്ചർ, k എന്ന് പറയുന്ന ബോൾസ്മാൻസ് കോൺസ്റ്റൻറ്റ്, q എന്ന് പറയുന്ന ചാർജ്, v എന്ന് പറയുന്ന അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. സോ എത്ര വോൾട്ടേജ് കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നോ എക്സ്പൊണൻഷ്യൽ ടൈം ആയിട്ടായിരിക്കും നമ്മളുടെ ടോട്ടൽ കറണ്ട് ഇൻ ഫോർവേഡ് ബയാസ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഈ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യലി ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. സോ ദിസ് ഈസ് ദ കറണ്ട് ത്രൂ കറണ്ട് വോൾട്ടേജ് റിലേഷൻഷിപ്പ് ഇൻ ഫോർവേഡ് ബയാസ്. Okay, now in reverse bias conditions, reverse bias ആവുന്ന കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിൽ വളരെ കുറവായിരിക്കും. കാരണം നമ്മളുടെ ബിൽറ്റ് ഇൻ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് അപ്ലൈഡ് ഫീൽഡ് വരിക. സോ ബാരിയർ വിഡ്ത്ത് വിൽ ബി ഇൻക്രീസ്ഡ്. ബാരിയർ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ആർ പ്ലസ് V0 ആയിട്ട് മാറും. സോ V ഈക്വൽ ടു VR പ്ലസ് V ആയിരിക്കും നമ്മളുടെ റിവേഴ്സ് ബയാസിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ബിൽറ്റ് ഇൻ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ അപ്ലൈഡ് ഫീൽഡും വരുന്നത് കൊണ്ട് ഈ ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഈ I0 മാത്രമായിരിക്കും. ഓക്കെ, സോ നമ്മൾക്ക് ഡയോഡിൽ കൂടി വളരെ സിമ്പിളായിട്ട് വളരെ ലൈറ്റായിട്ടുള്ള ഒരു കറണ്ടായിരിക്കും അതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് വളരെ കുറവായിരിക്കും. ദെൻ ഡിപ്പെൻഡ്സ് ഓൺ വിത്തിൻ ദ സെമി കണ്ടക്ടർ, നമ്മളുടെ സെമി കണ്ടക്ടർ മെറ്റീരിയൽ PN ജംഗ്ഷനിൽ എത്ര മൈനോറിറ്റി കാരിയേഴ്സ് തെർമലി ജനറേറ്റ് ചെയ്യുന്നുണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡ്രിഫ്റ്റ് കറണ്ട് ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ത്രൂ ഔട്ട് ട്രാവൽ ചെയ്തുകൊണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ റിവേഴ്സ് ബയാസ് അപ്ലൈ ചെയ്യുന്ന കേസിൽ ഡയോഡിൽ കൂടി കറണ്ട് 0 ആണോ എന്ന് പറഞ്ഞാൽ അത് 0 അല്ല. അപ്രോക്സിമേറ്റ്ലി നമ്മളുടെ ഡ്രിഫ്റ്റ് കറണ്ട് അതിൻ്റെ അകത്ത് ത്രൂ ഔട്ട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡ്രിഫ്റ്റ് കറണ്ട് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബയാസിങ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ്. ഫോർവേഡ് ആയാലും റിവേഴ്സ് ആയാലും വോൾട്ടേജ് 1 വോൾട്ടേജ് ആയാലും 100 വോൾട്ടേജ് ആയാലും ഓൾവേസ് ദാറ്റ് ഡ്രിഫ്റ്റ് കറണ്ട് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ മെനി തെർമലി ജനറേറ്റഡ് ഓർ ഹൗ മെനി മൈനോറിറ്റി കാരിയേഴ്സ് ആർ ജനറേറ്റഡ് ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ. സോ നമ്മൾക്ക് സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ റിവേഴ്സ് ബയാസിൽ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് ഓൾവേസ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഒരു കറണ്ട് ആയിരിക്കും. ഇറ്റ് വിൽ കം ദിസ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓൾവേസ് ഈക്വൽ ആയിട്ടാണ് വരിക. ഓക്കെ, ഈ രീതിയിലായിരിക്കും നമ്മളുടെ സെമി കണ്ടക്ടർ മെറ്റീരിയലിലുള്ള ഡ്രിഫ്റ്റ് കറണ്ട്. സോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ വോൾട്ടേജ് ഓൾവേസ് ദിസ് മാഗ്നിറ്റ്യൂഡ് ഈസ് I0. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. I0 സംടൈംസ് അതിന് ഐ ജനറേഷൻ എന്ന് പറയാൻ IGen എന്ന് പറയാറുണ്ട്, ജനറേഷൻ കറണ്ട്. ഓക്കെ, ജനറേഷൻ കറണ്ട് എന്ന് പറയാൻ കാരണം എന്താ, ദിസ് കറണ്ട് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഇൻ ദ സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ഉണ്ടാകുന്ന മൈനോറിറ്റി കാരിയർ ജനറേഷന് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളുടെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എടുക്കുന്നത്. അല്ലാതെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അനുസരിച്ചല്ല. റിവേഴ്സ് വോൾട്ടേജ് 1 വോൾട്ടേജ് ആയാലും 10 വോൾട്ടേജ് ആയാലും ഐഡിയലി നമ്മളുടെ ഡയോഡിൽ കൂടിയുള്ള റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത് I0 തന്നെയായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ വേരിയേഷൻ ഓഫ് ഓർ എഫക്ട്സ് ഓഫ് biasing a PN junction. Okay, hope you understood.